ഏത് സംവിധായകൻ്റെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്? ഒരു സംവിധായകൻ്റെ ഏറ്റവും അധികം ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ജോൺസനാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സത്യൻ തോന്നുന്നു. കാരണം ആയിരിക്കണം. പിന്നെ അതിനു മുമ്പ് ഇന്നാൾ പപ്പേട്ടൻ്റെ മകനില്ലേ അനന്തപത്മനാഭൻ, അവനെഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. എന്തെങ്കിലും സാധാരണ ഞാൻ മാഗസിനിൽ വായിക്കാറില്ല. അത് വായിച്ചപ്പോൾ 40 ശേഷം തിരക്കഥകളുണ്ട് പപ്പേൻ്റെ. പിന്നെ 17 ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ 11 പടവും ഞാനാണ് ചെയ്തിരിക്കുന്നത്. ശരി, 2-3 പടം ഇളയരാജ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ആൾക്കാർ. അപ്പോൾ ഔട്ട് ഓഫ് 17 പിക്ചേഴ്സ് 11 പിക്ചേഴ്സ് ഞാൻ. അതുപോലെ തന്നെ ആയിരിക്കണം ഭരതേട്ടനെ. പക്ഷേ 86 തുടങ്ങി സത്യനായിട്ട് സഹകരിക്കുകയല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സത്യൻ്റെതായിരിക്കും ഏറ്റവും കൂടുതൽ സത്യനന്ദിക്കാണ്. നിങ്ങൾ തമ്മിലുള്ളൊരു ഹാർമണി വളരെ. അതെ, ഞാൻ ഞങ്ങൾ തമ്മിൽ മാഷെ എന്ന് വിളിക്കുന്നത്. മാഷെ എനിക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിലായിട്ടോ? താൻ നോക്കുമ്പോൾ അത്ര ഫ്രീ ആയിട്ട്. സത്യൻ്റെ ഈ പൊന്മുട്ടയിടുന്ന താറാവ് അതിൽ നല്ലൊരു ഫോക്കുണ്ട്. ചിത്രം നമ്മൾ ഈ 2 മാഡംസ് കഴിഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ളൊരു കുട്ടിയെ കിട്ടിയതാണല്ലോ ചിത്രം. അപ്പം അത് നല്ലൊരു കറക്റ്റ് എൻട്രി ആയിരുന്നു. ചിത്ര എൻട്രി ചെയ്ത ടൈമിങ് കറക്റ്റ് ആയിരുന്നു. കാരണം ഈ ഒരു തലമുറ ഒരു റിട്ടയറിങ് ഇതിലേക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് എൻട്രി ചെയ്യില്ല. 1 2 3 4. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം പാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിൽ കുങ്കുമപ്പൂ നീളെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിൽ കുങ്കുമപ്പൂ നീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്തേന്നു നീ വരാഞ്ഞതെന്തേ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം പാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോ.